രാജ്യത്തെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഔപചാരികമായി ഒരു സീസ് ഫയർ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ഭരണകൂടത്തോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ മുഴുവനും ചേർന്ന് ഈ വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പാർലമെന്റിന്റെ സമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് പ്രധാനമന്ത്രിയോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് തുടക്കം തൊട്ട് തന്നെ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ടോ സർക്കാർ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഭയക്കുകയാണ്. ആ നിലയിലാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ അവരുടെ തന്നെ പെരുമാറ്റങ്ങളിലൂടെ. നരേന്ദ്രമോദി ഈ സംഭവം നടക്കുന്ന സമയത്ത് സൗദി അറേബ്യയിൽ വിദേശ പര്യടനത്തിലായിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ തൊട്ടു പിന്നാലെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടത് സൗദി പര്യടനം വെട്ടിച്ചുരുക്കി ഇതാ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എല്ലാ രാഷ്ട്ര നേതാക്കന്മാരുടെയും വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം അങ്ങനെ തന്നെയായിരിക്കണം. പക്ഷെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന നരേന്ദ്രമോദി ഡൽഹിയിൽ വിമാനം ഇറങ്ങി നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ നേരെ കശ്മീരിലേക്ക് പോകുന്നില്ല. കൊല്ലപ്പെട്ട ഒരു നിരപരാധിയുടെയും വീടുകളിൽ സന്ദർശനം നടത്തുകയോ അവരുടെ കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ച് ഔപചാരികമായിട്ടുള്ള ഒരു പ്രസ്താവന പോലും അദ്ദേഹം ഡൽഹിയിലിരുന്ന് നടത്തുന്നില്ല. അദ്ദേഹം നേരെ അടുത്ത ഫ്ലൈറ്റിൽ ബീഹാറിലേക്ക് പോവുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ കുറേയേറെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴൊക്കെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. വീണ് കിട്ടുന്ന ഇത്തരത്തിലുള്ള അവസരങ്ങളെയൊക്കെ ഇവർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണോ? ഇതാണോ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്? രാജ്യത്തിന്റെ ഭരണാധികാരികൾ എന്ന നിലയിൽ അവർ രാജ്യത്തെ മുഴുവൻ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട സമയത്ത് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണോ? അതിർത്തിക്കപ്പുറത്തു നിന്ന് വന്ന ശത്രു രാജ്യത്തിന്റെ ഭീകരവാദികൾ ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ അതിന്റെ പേരിൽ ഇന്ത്യക്കകത്തുള്ള ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ചില വിഭാഗീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ അത് പാടില്ല. അങ്ങനെ ഉള്ള പ്രചരണങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം. ഈ രാജ്യത്തിനകത്ത് പൗരന്മാരെ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാനുള്ള സമയമല്ല ഇത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്, നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ്. അങ്ങനെയാണ് പ്രധാനമന്ത്രിമാർ പ്രവർത്തിക്കാറുള്ളത്. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇതുപോലുള്ള അവസരങ്ങളിൽ ആ നിലയിലുള്ള ഉത്തരവാദിത്തമാണ് സാധാരണഗതിയിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഉണ്ടാവുന്നില്ല. ഒരു ഭാഗത്തുള്ള വെറുപ്പ് പ്രചരണം അത് അങ്ങനെ തന്നെ നടന്നോട്ടെ എന്നുള്ള നിലയിൽ ഒരു മൗനസമ്മതം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഭരണകൂടത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്കൊക്കെ സംശയം തോന്നുന്ന തരത്തിലാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഏതായാലും അതിനുശേഷം ഇന്ത്യൻ സൈന്യം അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ അവർ വളരെ കൃത്യമായി നടപ്പിലാക്കി. അതിനുശേഷം സൈന്യത്തിന് ഇക്കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. ഇന്നും ഇന്ത്യയിലെ 3 സൈനിക വിഭാഗങ്ങളുടെയും മേധാവിമാർ ഒരുമിച്ചിരുന്ന് നടത്തിയ പത്രസമ്മേളനമാണ് അല്പം മുമ്പ് നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വന്നത്. വളരെ കൃത്യമായി എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി സൈന്യം ചെയ്തത് എന്ന് അവർക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. 12 ഭീകരവാദ കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്തതിൽ 9 എണ്ണം ഞങ്ങൾ കൃത്യമായി ഇതാ തകർത്തിരിക്കുന്നു എന്ന് തെളിവ് സഹിതം ചിത്രങ്ങൾ സഹിതം അവർക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഷിബു മീരാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സാന്ദർഭികമായി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ സൈന്യത്തിന് അവർക്ക് ഏറ്റവും കൃത്യമായി അറിയാം ഇതുപോലുള്ള അവസരങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അവർ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് ഈ രാജ്യത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും അവർക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് ആ സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി
പ്രതിരോധ സെക്രട്ടറിയെ നടുക്കിയിരുത്തിക്കൊണ്ട് 2 ഓഫീസർമാരെ, ഒന്ന് ആർമിയിൽ നിന്നും ഒന്ന് എയർഫോഴ്സിൽ നിന്നും അവർ തെരഞ്ഞെടുത്തത്. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും വന്ന് ഒരുമിച്ചിരുന്ന് ആ പത്രസമ്മേളനം നടത്തുമ്പോൾ അതാണ് ഈ രാജ്യത്തിന്റെ മറുപടി. നമ്മളെ മതം പറഞ്ഞ് വേർതിരിക്കാൻ ശത്രുരാജ്യം ശ്രമിച്ചാൽ ഇന്ത്യ അതിനോട് പ്രതികരിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും എന്ന് ഈ രാജ്യത്തിനല്ലാതെ മറ്റേത് രാജ്യത്തിനാണ് പറയാൻ സാധിക്കുക? അപ്പോഴും രാജ്യം ഭരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ, അവർക്ക് ആശയപരമായി പിന്തുണ നൽകുന്ന സംഘപരിവാറിന്റെ പ്രവർത്തകർ, അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഈ സൈനിക ഓഫീസർമാർക്കെതിരെ വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതികരിച്ചില്ല എന്നതിന്റെ പേരിൽ ഇതിൽ കൊല്ലപ്പെട്ട മലയാളിയായിട്ടുള്ള രാമചന്ദ്രന്റെ മകൾ ആരതി, അവർക്കെതിരായിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള വലിയ രീതിയിലുള്ള വെർബൽ അറ്റാക്കും ആ നിലയിലുള്ള വേട്ടയാടലും ഈ കേരളത്തിൽ പോലും നടന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് സത്യത്തിൽ 2 ശത്രുക്കളാണുള്ളത്. ഒന്ന് അതിർത്തിക്കപ്പുറത്ത് നിന്ന് രാജ്യത്തെ ആക്രമിക്കുന്ന ഭീകരവാദികൾ, 2 അവർ ഏത് തരത്തിലുള്ള വിഭജനമാണോ ഈ രാജ്യത്ത് ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി അത് നടത്തിക്കൊടുക്കുന്ന രാജ്യത്തിനകത്തുള്ള വർഗീയവാദികളും വിഭജനവാദികളും ഫാഷിസ്റ്റുകളും. ഈ 2 കൂട്ടരെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരുടെ പ്രത്യയശാസ്ത്രങ്ങളെ തിരസ്കരിച്ച് ഇന്ത്യയുടെ യഥാർത്ഥ ദേശീയത, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ബഹുസ്വരതയുടെ ആ രാഷ്ട്രീയത്തെ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയ്ക്കുമുള്ളത്. ആ ഉത്തരവാദിത്തം ഇതുപോലെയുള്ള സമ്മേളനങ്ങളിലൂടെയൊക്കെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ഇന്ത്യയുടെ ഇതുപോലെയുള്ള കാര്യങ്ങളിലുള്ള ഒരു ചരിത്രമുണ്ട്. ഈ കശ്മീർ വിഷയത്തിൽ തന്നെ ഇന്ത്യയുടെ നാളിതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്തായിരുന്നു? ഇതൊരു ബൈലാറ്ററൽ വിഷയമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നമാണ്. ഇതിലൊരു 3-ാം കക്ഷിയുടെ ഇടപെടൽ ഒരു കാലത്തും ഞങ്ങൾ അനുവദിക്കില്ല. ആഗോള പോലീസ് കളിച്ചുകൊണ്ട് ആരെങ്കിലും ഇതിൽ ഇടപെടാൻ വന്നാൽ അത് ഒരു കാരണവശാലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതൊരു പരമാധികാര രാജ്യമായി നിലകൊള്ളുന്നിടത്തോളം കാലം അനുവദിക്കില്ല എന്നതായിരുന്നു നാളിതുവരെ ഇന്ത്യയുടെ പ്രഖ്യാപിതമായിട്ടുള്ള വിദേശ നയം. ആ നയത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് രാജ്യത്തുയർന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇന്ത്യക്കും പാകിസ്ഥാനും ബാധകമാവുന്ന തരത്തിൽ ഒരു വെടിനിർത്തൽ അത് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയല്ല, ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാരല്ല, ഇരു രാജ്യങ്ങളുടെയും സൈനിക നേതൃത്വം പോലും അത്തരം ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ പ്രഖ്യാപനം നമ്മൾ കേട്ടു. അത്തരമൊരു പ്രഖ്യാപനം നടത്തിയ ആള് അമേരിക്കയുടെ പ്രസിഡന്റാണ്. തൊട്ടു പിന്നാലെ ചില നിഷേധങ്ങളൊക്കെ വന്നു നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. നമ്മുടെ സർക്കാരിനെ വിശ്വസിക്കണം എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഏതൊരു കാര്യത്തിലും നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില നല്ല സൂചനകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുള്ളൂ. മുൻകാലങ്ങളിൽ ഉണ്ടായ പല അനുഭവങ്ങളും നമ്മളെ മറിച്ച് ചിന്തിപ്പിക്കുകയാണ്. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് തന്നെയുള്ള അനുഭവങ്ങൾ. അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നതാണോ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ചില ആളുകൾ പറയുന്നതാണോ അതോ മറിച്ചാണോ യാഥാർത്ഥ്യം എന്ന് കുറേയേറെ പേരെങ്കിലും ചിന്തിച്ചു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിലെ ട്വീറ്റ് മാത്രമല്ല, അതിനുശേഷം അവരുടെ വിദേശകാര്യ സെക്രട്ടറി വളരെ വിശദമായി തന്നെ ആരൊക്കെ തമ്മിലാണ് ചർച്ചകൾ നടന്നത് എന്ന് പറഞ്ഞു. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് അതിന് നേതൃത്വം നൽകിയത്. രാത്രി മുഴുവൻ നീണ്ട ചർച്ചകളായിരുന്നു എന്നൊക്കെ അമേരിക്കയെ പോലുള്ള രാജ്യത്തിന് ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിലെന്തോ ചില കാര്യങ്ങളുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും.
അതല്ല എങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു നിഷേധം വന്നാൽ, ഇല്ല നിങ്ങളെയൊന്നും ഞങ്ങൾ ഒരു കാര്യത്തിലും കൺസൾട്ട് ചെയ്തിട്ടില്ല, നിങ്ങളുടെയൊന്നും ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല, ഇല്ലാത്ത കാര്യത്തിന് മേനി നടിച്ചുകൊണ്ട് സ്വയം അപഹാസ്യരാവരുത് എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഔദ്യോഗികമായി ഇന്ത്യക്ക് പറയാൻ സാധിച്ചാൽ അതോടുകൂടി തീർന്നില്ലേ അമേരിക്കയുടെ കെട്ടിപ്പോക്കിയ വലിയ നാട്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എങ്കിൽ ഒരിക്കലും അമേരിക്ക ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളുമായിട്ട് കടന്നു വരില്ല. അവരിങ്ങനെ ആവർത്തിച്ച് അവരുടെ ഈ മധ്യസ്ഥതയിലുള്ള ഒരു നീക്കത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് നിഷേധിക്കാൻ, അക്കാര്യത്തിൽ സംശയ നിവൃത്തി വരുത്താൻ ഇപ്പുറത്ത് കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ കഴിഞ്ഞ 75-80 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം രാജ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇന്ത്യയിൽ മുമ്പും ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു, ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയാണ്, പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തിയാണ്, ജനസംഖ്യയുടെ കണക്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. പക്ഷേ ഒരു 10-50 വർഷം മുമ്പ് ഇന്ത്യ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി തേടുന്ന ഒരു 3-4 ലോക രാജ്യം മാത്രമായിരുന്നു, ഒരു വികസ്വര രാഷ്ട്രം മാത്രമായിരുന്നു. ഇന്ത്യയുടെ സൈനിക ശേഷി ഇന്നുള്ളതിൻ്റെ 100-1 പോലും ഇല്ലാതിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ കാലത്തും ആർജവമുള്ള പ്രധാനമന്ത്രിമാർ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത് എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന പല പഴയകാല വീഡിയോകളും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള ആ പഴയ കാലത്തെ ആളുകളുടെ ഓർമ്മക്കുറിപ്പുകളുമൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അമേരിക്കയുടെ 7ാം കപ്പൽപ്പട റിച്ചാർഡ് എം നിക്സൺ നിങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പറഞ്ഞയച്ചാൽ, ഇന്ത്യയുടെ സമുദ്രാതിർത്തി അതിലേതെങ്കിലും ഒരു കപ്പൽ ഭേദിച്ചാൽ ആ കപ്പൽ വന്ന വഴിക്ക് തിരിച്ചു പോകില്ല എന്ന് പറയാൻ അന്ന് ഇന്ത്യക്ക് പ്രധാനമന്ത്രി കസേരയിൽ ആർജവമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവരുടെ പേര് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു എന്ന് ഇന്ന് വലിയൊരു നഷ്ടബോധത്തോടു കൂടി ഈ രാജ്യം ഓർത്തുപോകുന്ന ഒരു അവസ്ഥ. അതാണ് 56 ഇഞ്ചിന്റെ നെഞ്ചളവ് അവകാശപ്പെടുന്ന മോദി ഇന്ത്യക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ രാജ്യത്തിനുണ്ടായ നേട്ടം? കാരണം പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചത് സൈനികമായിട്ട് മാത്രമല്ല, നമ്മുടെ സിവിലിയൻ മേഖലയിലാണ്. പൂഞ്ചിലും മറ്റ് അതിർത്തി ഗ്രാമങ്ങളിലുമൊക്കെ നിരവധി ഗ്രാമങ്ങളിലേക്കാണ് അവരുടെ ഷെൽ വർഷമുണ്ടായത്. 100 കണക്കിന് ആളുകൾക്കാണ് അവിടെ മരണം സംഭവിച്ചത്, പലായനം ചെയ്യേണ്ടി വന്നത്, മുറിവേറ്റത്. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര മര്യാദകളും പാലിക്കാത്ത ഒരു ഭീകരവാദ രാജ്യം അപ്പുറത്തു നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ടാണോ ഈ വെടിനിർത്തൽ നിർദ്ദേശം നമ്മൾ സ്വീകരിച്ചത് എന്ന് ഈ രാജ്യത്തിന് ഇനിയും ബോധ്യമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. ഞാൻ ഏതായാലും സമയക്കുറവ് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഷിബു അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഏതായാലും ഈ രാജ്യം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്താണോ നമ്മുടെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ഭിന്നിക്കുകയല്ല, മറിച്ച് കൂടുതൽ പരസ്പരം ഹൃദയങ്ങൾ കൊണ്ട് ചേർന്ന് നിൽക്കേണ്ടുന്ന ഒരു കാലമാണ് നമ്മൾക്ക് മുമ്പിലുള്ളത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മുടെ പുതിയ തലമുറ പൂർണ്ണമായി സജ്ജമാണ്. അവർ നൽകുന്ന മാതൃകയാണ് നമുക്ക് ആവേശം നൽകുന്നത്. അവർ നയിക്കുന്ന വഴികളിലൂടെയാണ് സ്വാഭാവികമായും നാളുകളിൽ നമുക്കും പോകേണ്ടത് എന്നുള്ള കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് അവർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും ഈ ഘട്ടത്തിൽ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം